അപ്പൊ കൂട്ടുകാരേതാ നമ്മൾ അടിപൊളിയായിട്ട് ഇവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ എന്ത് വേണേലും കഴിക്കാം. കറി ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്, കിടിലൊരു ഐറ്റമാണ്. അപ്പം കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മളെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുകൊണ്ട് ഒന്ന് സഹായിക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഹായ് കൂട്ടുകാരെ, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്ന സംഭവം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ, പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണം. ബ്രേക്ക്ഫാസ്റ്റോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പൊ അങ്ങോട്ട് തുടങ്ങിയാലോ. അപ്പൊ അതിനായി ഞാനിതാ ഒരു 3/4 ബൗളോളം മൈദ മാവ് എടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്, അതും കൂടെ പൊട്ടിച്ചൊഴിക്കുക. ഒരു 1.5 സ്പൂൺ നെയ്യുണ്ട്, നെയ്യ് എടുത്തിട്ടുണ്ട്, അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമുക്ക് നല്ലോണം നിന്ന് കുഴച്ചെടുക്കണം. ഒരു ഐറ്റം കൂടി ഇടാണ്ട്, ഒരു നുള്ളു മഞ്ഞപ്പൊടി കൂടി ഇടുന്നുണ്ട്, നേരത്തെ മറന്നുപോയി. അതും കൂടി ഇട്ടിട്ട് മൊത്തത്തിലൊന്ന് കുഴച്ചെടുക്കുക. നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ലൂസാണെങ്കിൽ കുറച്ച് മാവ് കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പൊ നമ്മൾ താണ്ട ഏകദേശം മാവ് കുഴച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കൊന്ന് ഇതങ്ങ് അടച്ച് വെച്ചേക്കാം. അപ്പൊ ഏകദേശം നമുക്കൊരു അരമണിക്കൂറോളം ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പൊ ഏകദേശം നമ്മള് മാവെല്ലാം ഒരു പരുവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഒരു ബോളാക്കി എടുക്കാം. ഇങ്ങനെ ഒരു ബോളാക്കി ഇത് കണക്കൊരു ബോളാക്കി എടുക്കാം. അപ്പൊ നമ്മൾ ചപ്പാത്തി പലക എടുത്ത് കുറച്ച് മാവ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നേരത്തെ നമ്മൾ എടുത്ത ഒന്ന് പരത്തി എടുക്കണം. ഇപ്പൊ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കേണ്ടത് പാൽപ്പൊടിയാണ്. പാൽപ്പൊടി എല്ലാം കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് മടക്കണം. മടക്കിയിട്ട് നമുക്ക് വീണ്ടും ഒന്ന് പരത്താം. ഇപ്പൊ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇത് മുറിച്ചെടുക്കാൻ എടുത്ത് നമ്മളെ സംഭവം ഇതാണ്. ഒരു ലെവല് കിട്ടാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കുക. അവിടെ മാറ്റി നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ദോശക്കല്ല് വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഇതിനകത്ത് തേച്ച് കൊടുക്കുക. നമ്മളെ ദോശ നമ്മൾ ഇട്ട് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഫ്രണ്ടിലും കൂടെ ഒന്ന് തടയുന്നു. ഇപ്പൊ നമ്മൾ റെഡിയായി വരുമ്പോൾ ഒരു ഭാഗം ഇങ്ങനെ പൊങ്ങി വരും. നമുക്ക് തിരിച്ചിടാം. കുറച്ചെണ്ണ ഈ ഭാഗത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മളെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ എല്ലാം നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പൊ കൂട്ടുകാരേതാ നമ്മൾ അടിപൊളിയായിട്ട് ഇവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ എന്ത് വേണേലും കഴിക്കാം. കറി ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്, കിടിലൊരു. കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മളെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക.